ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത് പാപ്പ ജബ് ബച്ചേത് എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. സബ്കോ ബഹുത് അചംബ ഹുവ, എല്ലാവർക്കും വലിയ അതിശയായി. ഉൻഹോനെ പൂച്ച, അവർ ചോദിച്ചു, തും ദോനോ കാം ഏക് സാത്ത് കൈസേ കരേങ്കെ, നിങ്ങളെ ഈ രണ്ട് ജോലികളെ ഒരുമിച്ച് എങ്ങനെ ചെയ്യും? കൈസേ കരോഗെ? പാപ്പാനെ കഹ, അച്ഛൻ പറഞ്ഞു, ഇസ്മേ ക്യാ മുശ്കിൽ ഹെ, ഇതിനെന്താ പ്രയാസം? ഐസ്ക്രീം മേ സുബഹ് ബേച്ചാ കരൂങ്ക, ഐസ്ക്രീം ഞാൻ രാവിലെ അങ്ങ് വിൽക്കും. കുച്ച് ദേർ ഐസ്ക്രീം ബേച്ചനെ കെ ബാദ്, കുറച്ച് നേരം ഐസ്ക്രീം വിറ്റ ശേഷം മേ സ്റ്റേഷൻ ചലാ ജായ കരൂങ്ക, ഞാൻ സ്റ്റേഷനിലേക്ക് അങ്ങ് പോകും. വഹാ മേ കുച്ച് ഡിബ്ബോങ്കെ ഷണ്ടിങ് കരൂങ്ക, അവിടെ ഞാൻ കുറച്ച് ഡിബ്ബകളൊക്കെ ഷണ്ടിങ് നടത്തും. അവർ ഫിർ ജാക്കർ കുച്ച് ഐസ്ക്രീം അവർ ബേച്ച് കരൂങ്ക, പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് ഐസ്ക്രീം വിൽക്കും. ഇസ്കെ ബാദ്, അതിനുശേഷം മേ ഫിർ സ്റ്റേഷൻ ചലാ ജാവുങ്ക, ഞാൻ വീണ്ടും സ്റ്റേഷനിൽ പോകും. കുച്ച് ഡിബ്ബാംകി ഷണ്ടിങ് കർലൂങ്ക, കുറച്ച് ഡിബ്ബകളെയൊക്കെ കുറച്ച് ബോഗികളെയൊക്കെ ഷണ്ടിങ് നടത്തും. ഇസ്കെ ബാദ്, അതിനുശേഷം जाकर इसके बाद जाकर फिर कुछ ഐസ്ക്രീം और बेच लूँगा, അതിനുശേഷം വീണ്ടും പോയി കുറച്ച് ഐസ്ക്രീം വിൽക്കും. ഇസ്മേ ജാദ മുശ്കിൽ നഹി ഹോഗി, അതിൻ്റെ അകത്ത് പ്രയാസമൊന്നുമില്ല. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ അപ്പന ഢേല മേം സ്റ്റേഷൻ കെ പാസ് ഹി ഖടാ കരൂങ്ക, കാരണം എൻ്റെ ഉന്തുവണ്ടി ഞാൻ സ്റ്റേഷൻ്റെ പാസ് ഹി ഖടാ കരൂങ്ക, ഞാൻ സ്റ്റേഷനടുക്ക തന്നെ നിർത്തിയിട്ടിരിക്കും. और इसलिए गाड़ियों के लिए मुझे ज़्यादा दूर नहीं जाना पड़ेगा, അതുകൊണ്ട് വണ്ടിക്ക് വേണ്ടി എനിക്ക് ഒത്തിരി ദൂരം പോകേണ്ടി വരില്ല. സബ് ലോഗ് ഫിർ ഹസ് പടേ, എല്ലാവരും പിന്നെയും ചിരിച്ചു. പാപ്പ ഗുസ്സേ മേ ആക്കർ പോലെ, പാപ്പയ്ക്ക് ദേഷ്യം വന്നു. പുള്ളി ദേഷ്യം വന്നിട്ട് പുള്ളി പറഞ്ഞു, അഗർ തും മേരി ഹസ് ഉടാവെങ്കെ, ഇനി നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കലുണ്ടല്ലോ, तो मैं साथ में चौकीदार भी बन जाऊँगा, ഇനി എന്നെ ഇങ്ങനെ കളിയാക്കി ചിരിച്ചാലേ ഞാൻ ചൗക്കീദാറും കൂടി ആകും ഈ കൂട്ടത്തിൽ, ഞാൻ ഗാർഡാവുമെന്നാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ തന്നെ. ആഖിർ രാത് മേ കർണേ കെ ലിയേ ഹോത്താ ഹി ക്യാ ഹെ, അല്ലേ തന്നെ രാത്രി ചെയ്യാൻ ജോലി എന്ത് ചെയ്യും, ഒന്നുമില്ലല്ലോ, അതാ പറഞ്ഞു. സഭി കുറ്റത്തായി ഹോഗ, എല്ലാം തീരുമാനിക്കപ്പെട്ടു. ലേക്കിൻ ഏക ദിൻ, എന്നാൽ ഒരു ദിവസം പാപ്പാക്കോ വായ്യാൻ ചാലക് ബന്നേക്ക് സൂചി, ഒരു ദിവസം പുള്ളിക്ക് തോന്നി വായ്യാൻ ചലനെ പൈലറ്റ് ആകാനായിട്ട്, വിമാനമൊക്കെ പറപ്പിക്കാനായിട്ട് അങ്ങ് പോയാലോ എന്ന് തോന്നി. ഇസ്കെ ബാദ് ഉൻഹോനെ അഭിനേതാ ബന്നേക്ക് സൂചി, അതിനുശേഷം ഒരു ആക്ടർ ആകാനായിട്ട് വിചാരിച്ചു, അതിനെപ്പറ്റി ആലോചിച്ചു. ഇസ്കെ അല്ലാവ, അതുകൂടാതെ വഹ് ജഹാസി ഫീ ബന്ന ചാഹത്തേതേ, അദ്ദേഹം ജഹാസി ആകാനോട് ആഗ്രഹിച്ചു, നാവികനാകാൻ. കം സെ കം വഹ് ചർവാഹ ബൻകർ, സാവധാനം പ്ലീഡേനാകാൻ ആഗ്രഹിച്ചു. ചർവാഹി ബൻകർ ലാട്ടി ഹിലാത്താ ഹുയെ, വടിയൊക്കെ വീശിക്കൊണ്ട്, ഗായ്ക്ക് പീച്ചെ തൂംത്തെ ഹുയെ, പശുവിൻ്റെ പുറകെ നടക്കുക. അപ്പിനെ ദിൻ ബിതാനോ ചാഹത്തെ ഹീരേ, അങ്ങനെ ദിവസം കഴിച്ചു കൂട്ടുന്ന കാര്യം കൂടി ആലോചിച്ചു. ഒരു ഇടയനായാൽ എന്താ, പശുവിനൊക്കെ മേടിച്ചുകൊണ്ട് വടിയൊക്കെ പിടിച്ചങ്ങനെ പോയാൽ പോരെ, അതും ആലോചിച്ചു. അന്തമേ അവസാനം ഏക് ദിൻ, ഒരു ദിവസം, ഉൻഹോനെ തയ്ക്കുക, അവസാനം ഒരു ദിവസം പുള്ളി അങ്ങ് തീരുമാനിച്ചു, തയ്ക്കുക മീൻസ് തീരുമാനിച്ചു. കി വഹ് അസൽ മേ ജോ ബന്ന ചാഹത്തെ ഹേ, അവസാനം ആരാകാനാണ് ആഗ്രഹിക്കുന്നതെന്നങ്ങ് തീരുമാനിച്ചു. വഹ് ഹേ കുത്ത, അതാണ് നായ. ഉസ് ദിൻ വഹ് ദിൻ ഫർ, ആ ദിവസം പകൽ മുഴുവൻ, ദിൻ ഫർ ചാരോം ഹാത്ത് പൈരോം ബാർ, കയ്യിലും കാലിലും കുത്തിയിട്ട് കാലെ പടക്കുന്ന പോലെ, പട്ടി നടക്കുന്ന പോലെ. ഇതർ ഉദർ ഫാക്തേ ഹുയേ, അവിടെ ഇവിടെ ഓടി നടത്തിട്ട്, ആജ്നബിയോംബർ ഫൗക്തേ രഹേ, അവരിതിനെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നടന്നത്? അന്ന് പകൽ മുഴുവൻ നാലുകാലിൽ നടന്ന ആൾക്കാർ നേരെ കുരയ്ക്കാൻ തുടങ്ങി. അവരിത് നേരെ അവർ പിടിച്ചു പോയില്ലേ, ഇവർ ഭയം പിടിച്ചാണെന്ന് വിചാരിക്കും. ഏക് ബഡി മഹിള നെ, ഏക് ബൂഢി മഹിളാനെ, ഒരു പ്രായം ചെന്ന വനിത, നെ ഉൻകെ സിർ കോ സഹലാത്ത,
തലോടാൻ നോക്കി. സഹലാത്ത ചാഹ തലയിലൊന്ന് തലോടാമെന്ന് വെച്ചു. കുട്ടികളെ കണ്ടപ്പോഴേ ആ പ്രായമായ സ്ത്രീക്ക് തലയിലൊന്ന് തലോടാൻ തോന്നി കുട്ടിയുടെ. तो पापा ने उनके काटने की कोशिश तक की. അന്നേരം ഉണ്ടല്ലോ അവരുടെ കയ്യെ കടിക്കാൻ പോയി. അതിന് ശ്രമിച്ചു. കോശിഷ് കർണ ശ്രമിക്കുക. ആ പ്രായം ചെന്ന സ്ത്രീയുടെ കയ്യെ കടിക്കാനും കൂടെ ശ്രമിച്ചു. പാപ്പ എന്നെ ഭക്ത തോ ബഡി അച്ചി തരഹ് സിഖാ ലിയ. കുരയ്ക്കാൻ നല്ല ഒന്നാം തരട്ടങ്ങ് പഠിച്ചു. ലേക്കിൻ ബഹുത്ത് കോശിഷ് കർണേ പർ എന്നാൽ ഒത്തിരി ശ്രമിച്ചിട്ട് ഫി വഹ് അപ്പനെ പൈർ സേ കാൻ കെ പീച്ചെ ഖുജാന നഹി സീഖ് പായേ. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പിൻകാലം കൊണ്ട് ചെവിയുടെ പുറകിൽ ചൊറിയാൻ പഠിച്ചില്ല. ഖുജാന മീൻസ് ചൊറിയുക. എന്ത് പഠിച്ചില്ല? അപ്പനെ പൈർ സേ കാൻ കെ പീച്ചെ ഖുജാന. കയറുകൊണ്ട് പിൻകാലുകൊണ്ട് ചെവിയുടെ പുറകിൽ ചൊറിയുന്ന കാര്യം പഠിക്കാൻ പറ്റില്ല. നഹീം സീഖ് പായ. ഉൻഹോനെ സോച്ചാക്കി. അദ്ദേഹം ആലോചിച്ചു. പുള്ളിക്കാരങ്ങ് തീരുമാനിച്ചു. ഉൻഹോനെ സോച്ചാക്കി ആലോചിച്ചതാണ്. അഗർ വഹ് ബാഹർ ജാക്കർ അപ്പനെ പാൽത്തു കുത്തക്കെ സാത്ത് ബൈറ്റ് ജായെ. പുറത്തു പോയിട്ട് നമ്മുടെ വളർത്തുപട്ടിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ तो शायद തീർച്ചയായിട്ടും വഹ് കാൻ കെ പീച്ചെ ഗുജാന ജ്യാദാ ജൽദി സിക്ക് ജായേഗി. അതിൻ്റെ അടുക്ക പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാലിൻ്റെ പിൻകാലം കൊണ്ട് ചൊറിയുന്നത് കണ്ടിട്ട് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പാപ്പ കുത്തേക്കെ പാസ് ജാക്കർ ബൈറ്റ് ഗേ. പാപ്പ എന്ത് ചെയ്തു? കുത്തേയുടെ അടുക്ക പോയി അവിടെ ഇരുന്നു. നായുടെ അടുക്ക പോയി അവിടെ ഇരുന്നു. ഉസി വക്ത് ഏക് അജ്നബി ഫൗജി ഓഫീസർ ഉദർ സേ നികൽ. ആ സമയത്താണ് ഒരു അപരിചിതനായ പട്ടാള ഓഫീസർ അതുവഴി വന്നത്. ഓ ബഡാ ഖടാ ഹോക്കർ പാപ്പാക്കോ ദേഖിനെ ലഗ. അവിടെ നിന്നുകൊണ്ട് നോക്കി ഇവനെന്നെ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നു. വഹ് ഉൻകെ കുച്ച് ദേർ തക്ക് ദേഖന രഹ. കുറച്ച് നേരം നോക്കി. അവർ ഫിർ ഉൻകെ പൂച്ച. എന്നിട്ട് ചോദിച്ചു. എന്തായിരിക്കും ചോദിച്ചത്? ഏഹ് തും ക്യാ കർ രഹേ ഹോ. ഇടാ നീ ഇവിടെ എന്തോ എടുക്കുന്നത് എന്ന് ചോദിച്ചു ഇല്ലേ. പാപ്പാനെ ജവാബ് ദിയ. പാപ്പ മറുപടി പറഞ്ഞു, മേ കുത്ത ബന്നാ സീഖ് രഹാ ഹും. ഞാൻ പട്ടിയാകാൻ നായയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തബ് ഫൗജീനെ പൂച്ച. അപ്പം പട്ടാള ഓഫീസർ ചോദിച്ചു, തും കുത്ത ബന്ന ക്യോം ചാഹത്തെ ഹോ. ചേടാ നിനക്ക് ഈ നായയാകണം തന്നെ ഇത്ര വലിയ ആഗ്രഹം എന്താ? ക്യോം ചാഹത്തെ ഹോ. എന്താണ് ആഗ്രഹിക്കുന്നത്? പാപ്പാനെ കഹ. പാപ്പ പറഞ്ഞു, ക്യോംകി എന്തുകൊണ്ടെന്നാൽ മേ കാഫി ദിൻ തക് ഈസാൻ ബൻകർ രഹ ചുകാഹും. ഓ മുഴുവൻ ദിവസം ഇങ്ങനെ മനുഷ്യരായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. മേം കാഫി ദിൻ കുറേ കാലമായിട്ടേ ഈസാൻ ബൻകർ രഹ ചുകാഹം. ഈസാൻ മനുഷ്യനായിട്ടങ്ങ് ഇരിക്കുക ചെയ്യുന്നത്. ഓഫീസറിനെ കഹ. ഓഫീസർ പറഞ്ഞു, ബാത്ത് തോ സഹി ഹേ. പറഞ്ഞ് ശരിയായിട്ടോ. പർ ക്യാ തും ജാൻതേ ഹി ഫി ഹോക്കി ഈസാൻ കിസ് കഹത്തെ ഹേ. പക്ഷെ ആദ്യം നീ ഒരു കാര്യം അറിയണം, ആരെ ഈസാൻ എന്ന് പറയുന്നത്, ആരെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എന്ന് ഓഫീസർ ചോദിച്ചു. പാപ്പാനെ പൂച്ച. മുച്ചേത്തോ നഹീം ബതാ. അതെനിക്കറിയത്തില്ല. ആപ് ഹി ബതാ ദീജിയെ. നിങ്ങൾ തന്നെ എന്നോട് വന്ന് പറഞ്ഞു തന്നാലും, താങ്കൾ തന്നെ എന്നോടത് പറഞ്ഞു തന്നാലും എന്ന് പാപ്പ ചോദിച്ചു. പാപ്പാനെ പൂച്ച. മുച്ചേത്തോ നഹീം ബാത്ത. എനിക്കറിയില്ല. മുച്ചേത്തോ നഹീം ബത. ആപ് ഹി ബാത്ത് ആഫ് ബി ബതാ ദീജിയെ. അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. ഓഫീസറിനെ കഹ. ഓഫീസർ പറഞ്ഞു, ഇസ്കെ ബാരെ മേ തും അപ്പനെ ആപ്പ് സോച്ചെങ്കിൽ. ഇതിനെപ്പറ്റി നീ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓഫീസർ വഹാം സേ ചൽ ഗയ. ഓഫീസർ അവിടെ നടന്നങ്ങ് പോയി. വഹ് എന്നാ തോ ഹസ. പുള്ളി ചിരിച്ചുമില്ല, എന്നാ മുസ്കുരായ മന്ദഹസിച്ചുമില്ല. പാപ്പ സോച്ചനയിലേക്ക് പാപ്പ ആലോചിക്കാൻ തുടങ്ങി. വഹ് സോച്ചന ഹീ രഹെ. ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഓഫീസറിനെ ഉൻഹേം കോയി ബാത്ത് ഫി നഹീം സമച്ചായി. ഓഫീസറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പർ അചാനക് ഹി. എന്നാൽ പെട്ടെന്ന് തന്നെ വഹ് ബാത്ത് പാപ്പാക്ക് സമജ് മേ ആ ഗയി. ഈ കാര്യം അച്ഛൻ്റെ മനസ്സിലങ്ങ് ചെന്നു. മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി. ഈ വഹ് റോസ് അപ്പന ഇരാദ നഹീം ബദൽ സക്ത്. എന്താ മനസ്സിലായത്? തെരെ അല്ലെ പെട്ടെന്ന് തങ്ങളുടെ ഉദ്ദേശം മാറിപ്പോകരുത്. അഗലി ബാർ. പിന്നെ ഒരു പ്രാവശ്യം ജബ് ഉൻസെ ഹി സവാൽ പൂച്ചാ ഗയാ. ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ तो उनके ऑफिसर
കി യാദാകി, അദ്ദേഹത്തിന് ഓഫീസറിൻ്റെ ഓർമ്മ വന്നു. അവർ ഉൻഹോനെ കഹ, എന്നിട്ട് പറയും മേം ഈസാൻ ബന്ന ചഹതാഹും, ഞാൻ മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത് പറയും. ഇസ് ബാർ കോയി ഭീ നഹി ഹസ, ഇത്തവണ ആരും ചിരിച്ചില്ല. അവർ പാപ്പ സമച്ച് ഗയാക്കി, അങ്ങനെ പാപ്പായ്ക്ക് മനസ്സിലായി യഹി സബ്സെ അച്ഛാ ജവാബ് ഹേ, ഇതാണ് ഏറ്റവും നല്ല മറുപടി. ആജ് ഭീ വഹ് യഹി സമസ്തേ ഹേ, ഇന്നും അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. പഹലി ബാത്ത് തോ യഹി ഹേ, ആദ്യത്തെ കാര്യം ഇതാണ്. എന്താണ്? ഹമേം അച്ഛാ ഈസാൻ ബന്ന ചാഹേ, നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറുകയാണ് വേണ്ടത് ആദ്യം. അതാണ് മനസ്സിലായത്. ഈ കഥ എഴുതിയത് അലക്സാണ്ടർ റസ്കിനാണ്. അലക്സാണ്ടർ റസ്കിൻ റഷ്യൻ എഴുത്തുകാരൻ, റൈറ്ററും അതുപോലെ തന്നെ കവിയുമാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.